ചോദ്യം ചെയ്യലിന് തൽക്കാലം ഹാജരാവേണ്ടതില്ല, ഈ കേസ് എങ്ങനെ ഉണ്ടായി എന്ന് നിയമപരമായി പരിശോധിക്കുന്നു എന്നാണ് കെ സുധാകരൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോ കെ സുധാകരൻ അങ്ങനെ ഒരു ചെന്ന് വിട്ടുകൊടുക്കാൻ ഒരു പേടിയോ ഭയമോ ആശങ്കയോ ഉണ്ടോ പോലീസിന് മുമ്പിലേക്ക്? അല്ല, അതിനു മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയാം. എന്നെ ഇട്ടങ്ങോട്ട് ഒന്ന് കൊട്ടിക്കളയാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോലീസിന്റെ ക്രൈം വായിച്ചല്ലോ. നെടുമങ്ങാട് കോടതിയുമായി ബന്ധപ്പെട്ട് ഈ എഫ്ഐആർ നിലനിൽക്കുന്നുണ്ടോ എന്നൊന്ന് പരിശോധിക്ക്. BRM ഷഫീർ കൈകാര്യം ചെയ്യാൻ വേണ്ടി സർവകലാശാല സെനറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എഫ്ഐആർ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചിട്ടാണോ ഷഫീർ ചാനൽ മുറിക്കാതെ വലിയ വായിൽ വർത്താനം പറഞ്ഞത്? ഒരു മാറ്റവും ഇല്ലല്ലോ. ഇയാള് ഒരു മിനിറ്റ് അവിടെ ഇരിക്ക്. ആർഷോ എന്ന് നിമിഷവില നിലവിളിച്ച കൃത്യമായ വീഡിയോകൾ ഈ കേരളം മുഴുവൻ കേട്ടതാണ്. ഞാനുള്ള വീഡിയോ ഉണ്ടെന്നല്ലേ പറഞ്ഞു? മീഡിയ പറയട്ടെ, ഒരു ദളിത് പെൺകുട്ടിയെ പുറകിൽ നിന്ന് ചവിട്ടിയിട്ട് അവർക്ക് അവിഹിത ഗർഭമുണ്ടാക്കി കൊടുക്കുമെന്ന് പറയുന്നവന്റെ പാർട്ടിയുടെ ന്യായവാദങ്ങൾ കേരളത്തിന് ബോധ്യപ്പെടും. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ആരാണ് പറഞ്ഞത് നിങ്ങൾക്കറിയാം? എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. വക്കീൽ മുറിക്കകത്ത് ഒരു വനിതാ വ്യവസ്ഥയെ ചവിട്ടി തൊഴിച്ച് പുറത്തേക്ക് എറിഞ്ഞതിന്റെ അതെറിഞ്ഞതിന്റെ അത് ചെയ്തവരുടെ മാന്യതയെ സംബന്ധിച്ച് ഈ നാട് നല്ല ബോധ്യപ്പെടും. ആന്റികളെ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല, പക്ഷെ കൊട്ടാരക്കര പറഞ്ഞതിനോട് ഞാൻ ചെറിയൊരു യോജിപ്പ് പറയും. എന്ത് യോജിപ്പ്? ഇയാള് പറഞ്ഞ ഒരു ചുക്കം നിങ്ങൾ അത് മാത്രോ മേപ്പാടിയിലെ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, അവിടെ എന്തിനാ കിടന്ന് ചാടി കുത്തുന്നത് ഇയാള് പറഞ്ഞപ്പോ ഞാൻ മിണ്ടാതെ കേട്ടോണ്ടിരുന്നല്ലോ. എനിക്കെതിരെ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടാതെ വിചാരിച്ചോ? എനിക്കെതിരെ ഒരു എഫ്ഐആർ ഇവിടെ ഇല്ല, എനിക്കെതിരെ ഒരു കോടതിയിലും കേസില്ല. അതെ, ഇവൻ ആള് മൊണ്ണയാണെങ്കിലും തന്തക്ക് പറക്കാത്തവരാ. ആള് മാറിപ്പോയി കേട്ടോ. ഒരു മിനിറ്റ് നിങ്ങൾക്കെതിരെ ഒരു കേസും ഇല്ലേ? നിങ്ങൾക്കെതിരെ അത് കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ഷഫീറുണ്ടാവും. അത് കോൺഗ്രസ് ഓഫീസിനകത്ത്, അത് കോൺഗ്രസിന്റെ ഓഫീസിനകത്ത്. കോൺഗ്രസിന്റെ ഓഫീസിൽ കണ്ടിട്ടുണ്ടാവും. ശ്യാമളൻ സാർ നല്ല ഉഷാറിലാണല്ലോ. അതുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട. ഇന്ദിരാഭവനിൽ പോയി പറഞ്ഞാൽ മതി. ഇല്ലില്ല, ശരി ആർഷോ ഓക്കെ. ഞാനൊന്ന് ഷഫീർ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അല്ല ഷഫീർ രണ്ട് കാര്യങ്ങൾ ആർഷോ പറഞ്ഞു. ഒന്ന്, MG സർവകലാശാല സെനറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അയാളുടെ വിഷ്വൽസ് ഉണ്ട് എന്ന് താങ്കൾ പറഞ്ഞു, അത് ശരിയല്ല എന്ന്. രണ്ടാമത്തെ കാര്യം അത് ശരിയല്ലാത്ത കാര്യം പറഞ്ഞു. അവിടെ ആർഷോ എന്ന് വിളിച്ചുകൊണ്ട് നിമിഷ എന്ന് പറയുന്ന പാവപ്പെട്ട പെൺകുട്ടി തലച്ചു വിളിക്കുന്ന വീഡിയോ കേരളത്തിന്റെ പൊതുസമൂഹം കണ്ടതാണ്. ഒറ്റ കാര്യം. രണ്ടാമത്തെ കാര്യം, മേപ്പാടിയിലെ ഒരു പോളിടെക്നിക്കുമായി ബന്ധപ്പെട്ട ഒരു പെൺകുട്ടി അവർക്കെതിരായി കൊലവിളി പ്രസംഗം നടത്തുമായി ബന്ധപ്പെട്ട വീഡിയോ കേരളം കണ്ടതാണ്. നിനക്ക് ഗുരു കൊണ്ടുപോകണം. അല്ല, ആ പെൺകുട്ടിയെ ആക്രമിച്ച ഷഫീറിന്റെ കേസുകാർക്കെതിരെ പ്രസംഗിച്ചേ. ആ പെൺകുട്ടിയെ ആക്രമിച്ച ഷഫീറിന്റെ കേസുകാർക്കെതിരെ പ്രസംഗിച്ചേ. ഷഫീറിന്റെ കേസ് കുഞ്ഞുങ്ങൾക്കെതിരെ പ്രസംഗിച്ചേ. കണ്ട കഞ്ചാവ് മയക്കുമരുന്ന് അടിച്ച് ആ ക്യാമ്പസിനകത്ത് അപർണയെ ആക്രമിച്ച ഷഫീറിന്റെ കേസുകാർക്കെതിരെ പ്രസംഗിച്ചേ. അത് ഇനിയും നിങ്ങൾ ആക്രമിച്ച ഇനിയും പ്രസംഗിക്കും. നിങ്ങൾ ആരെ ഞെട്ടിക്കുന്നു? നിങ്ങൾ ആരെ ഞെട്ടിക്കുന്നത്? നിങ്ങൾ ആരെ ഞെട്ടിക്കാൻ നോക്കുന്നത്? എന്ത് നേടാ കുറെ നേരമായല്ലോ പറന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥിനികൾക്ക് ആക്രമിച്ചു കഴിഞ്ഞാൽ ആ നിലയ്ക്ക് തന്നെ പ്രസംഗിക്കും. എന്താ തർക്കം? മേപ്പാടി കോളേജിലെ അപർണ വിദ്യാർത്ഥിനി ആക്രമിച്ചത് കഞ്ചാവ് അടിച്ചിട്ട് ലഹരിക്ക് പുറത്ത്. ആർഷോ ആരെന്ന് കേരളത്തിൽ അറിയാം. ഷഫീർ അറിയാം.
ആശോയ്ക്ക് തൽക്കാലം ഷെഫീറിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട. ഷെഫീറിന്റെ സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്താൻ വേണ്ടി തൽക്കാലം ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. കെ സുധാകരൻ നിങ്ങളോട് ചുറ്റും ചെയ്യാൻ പോകുന്നില്ല. ഷെഫീറിന്റെ സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് അല്ല കെ സുധാകരന്റെ കേസിൽ എന്താണ് പോലീസ് ചെയ്യാൻ പോകുന്നത് നോക്കാം. ശരി ഞാനത് വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ ഈ രണ്ടാം ഘട്ടത്തിൽ ഈ ചർച്ച വേറെ വഴിക്ക് പോയി. ഞാനത് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ആർഷോ, താങ്ക് യു ആർഷോ, താങ്ക് യു. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.